ഹലോ ഫ്രണ്ട്സ്, വണ്ടർലസ്റ്റ് മല്ലു കപ്പിൾ എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലാക്ടൺ ഓൺ സീ എന്ന് പറയുന്ന ഒരു സീഷോർ ടൗണിലാണുള്ളത്. നമ്മളിപ്പോൾ അവിടുത്തെ സീഷോർ പിയർ കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടെ മറ്റ് എല്ലാ സീഷോർ ടൗൺ പോലെ തന്നെ ഇവിടെ വളരെ മനോഹരമായൊരു പിയറാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഗെയിമിംഗ് ആക്ടിവിറ്റീസും ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ റൈഡ്സും ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പല ബീച്ചുകളിലും ബ്രിട്ടനിൽ പോയിട്ടുണ്ടെങ്കിലും അതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉള്ള ഒരു പിയറാണ് ക്ലാക്ടൺ ഓൺ സീയിൽ ഞങ്ങൾ കണ്ടത്. ഇവിടെ എല്ലായിടത്തും നമ്മുടെ നാട്ടിലെ ലുലു മാളിലൊക്കെ ഉള്ള പോലെ നമുക്ക് കാർഡ് എടുത്തിട്ട് നമ്മളതിൽ ക്യാഷ് ലോഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഗെയിംസ്, നമുക്ക് ഇഷ്ടമുള്ളൊരു ഗെയിംസ് നമുക്ക് പങ്കെടുക്കാം. അതല്ലാതെ ഡയറക്റ്റ്ലി കോയിനൊക്കെ ഇട്ട് ആക്സസ് ചെയ്യാവുന്ന ഗെയിംസും ഒക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കൂടുതലും നിങ്ങൾ ഇംഗ്ലീഷ് TV ചാനലൊക്കെ കണ്ടിട്ടുള്ള പോലെ ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഒരു മിനിയേച്ചർ ഗെയിംസാണ് കൂടുതലുള്ളത്. ഇൻഡോർ ആക്ടിവിറ്റീസ് ഭാഗത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ വലിയ ഔട്ട്ഡോർ റൈഡ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ റോളർ കോസ്റ്ററൊക്കെ ഉണ്ട്. അതുപോലെ ഗോകാർട്ടും അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അധികം ആളുകളില്ല. എന്നാൽ 1-2 സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ടൂറായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള റൈഡ്സൊക്കെ ഇവിടെ ഉണ്ട്. വാട്ടർ റൈഡ്സ് ഉണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ച സമയമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇതിന് പുറകിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തേടിയാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഈ കാണുന്ന മെഷീനിൽ നമുക്ക് കാർഡ് എടുത്തിട്ട് കാർഡിൽ പൈസ ലോഡ് ചെയ്താണ് നമുക്ക് ഓരോ റൈഡ്സും പങ്കെടുക്കാൻ പറ്റുന്നത്. നല്ല അടിപൊളി വാട്ടർ റൈഡ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് പറ്റിയ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്. നമ്മളങ്ങനെ മുമ്പോട്ട് പോകുമ്പം ഇവിടെ ഒരു വ്യൂയിങ് ടവറുണ്ട്. ആ വ്യൂയിങ് ടവറിൽ കയറിയാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണുവാൻ സാധിക്കും. സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ പല പല റൈഡുകളിലൊക്കെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും മുമ്പോട്ട് പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു സീ പ്ലേറ്ററും അതുപോലെ സ്പെഷ്യൽ ചിക്കൻ പ്ലേറ്ററുമാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, അതുപോലെ വിലയും കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഫ്ലാഷ് ടാറ്റു ചെയ്യുന്ന ലേഡിയെ കണ്ടത്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ടാറ്റു ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു പെർമനൻറ്റ് ടാറ്റു ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു ട്രയൽ റണ്ണ് പോലെ ഒരു ഫ്ലാഷ് ടാറ്റു ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് നമ്മുടെ ബോഡിക്ക് ചേരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് 10 പൗണ്ടൊക്കെ ആയിരുന്നു അവിടെ റേറ്റ് ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്ന ഒരാഴ്ച നിൽക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ചെയ്തു. ഞാനൊരു ഈഗിളിൻ്റെ പിക്ചറാണ് സെലക്ട് ചെയ്തത്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. അതൊക്കെ കഴിഞ്ഞ് എന്നാൽ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വരികയായിരുന്നു. ബീച്ചിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു ചെറിയ മഴയൊക്കെ ഇവിടെ കഴിഞ്ഞു. അതുകൊണ്ട് മണ്ണൊക്കെ നനഞ്ഞ് കിടക്കുമായിരുന്നു. വലിയ രസമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ അക്കോമഡേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ഇതിനെ കളിപ്പിച്ചിട്ട് അക്കോമഡേഷനിലേക്ക് പോന്നു. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം ഒരു സൂപ്പർ സ്ഥലമാണ്. അതാണ് ഈ ട്രിപ്പിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് സ്ഥലം വരുന്നത് ആ ക്ലാക്ടൺ ഓൺ സീ എന്ന് പറഞ്ഞ സീഷോറിൽ നിന്ന് ഒരു ഏകദേശം 4-5 മൈൽ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ഇതൊരു പ്രൈവറ്റ് ഫാമാണ്. ഫാമിനുള്ളിലാണ് അക്കോമഡേഷൻ ഫെസിലിറ്റി. ഇവിടെ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് കോട്ടേജസ്, അതുപോലെ കപ്പിൾസിന് മാത്രമായിട്ടുള്ള സ്ഥലം, അതുപോലെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം. ഞങ്ങളിന്ന് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടേജാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പാർക്കിംഗ് നമ്മുടെ കോട്ടേജിലേക്ക് പോവുകയാണ്. ഇവിടെ ഇവർ ഈ ഓരോ കോട്ടേജിനും ലുഷ്ന എന്നാണ് പറയുന്നത്. ലുഷ്ന നമ്പർ 2-ലാണ് നമ്മളിന്ന് സ്റ്റേ. നല്ല പ്രൈവസി ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു കോട്ടേജ്. ഇവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഔട്ട്ഡോർ ഹീറ്റിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് ഹോട്ട് ടബ് അവൈലബിൾ ആണ് ഇവിടെ. ഇവിടെ ഇങ്ങനെയാണ് സെറ്റപ്പ്. നമ്മളകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ടേബിള്,
അതുപോലെ മറിയതു മാറിക്കല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ബെഡിങ് സ്പേസ്. ഇവിടെ മേളിൽ 2 ബെഡുണ്ട്, താഴെ ഒരു ബെഡ്. ഇത് ഫാമിലിക്കായിട്ടുള്ളൊരു കോട്ടേജാണ്. ഇവിടെ മുകളിൽ 2 കുട്ടികൾക്കും താഴെ ഫാമിലി ഹസ്ബൻഡ് കപ്പിൾസിനുമാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമുക്ക് കിച്ചൺ ഏരിയ അവൈലബിൾ ആയിട്ടുള്ള ചെറിയൊരു കിച്ചൺ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ടോയ്ലറ്റ് സ്പേസ്. ഇവിടെ ചെറിയൊരു മിററ്, നമുക്ക് ഹാൻഡ് വാഷിനുള്ള സ്ഥലം, ടോയ്ലറ്റ് ആൻഡ് ചെറിയൊരു സ്മോൾ ബാത്ത് ക്യൂബിക്ക് നമുക്കുണ്ട്. അതിലൂടെ കബോർഡൊക്കെ ഉണ്ട്. സാധനങ്ങൾ അവിടെയാണ് അവൈലബിൾ. ഇവിടുത്തെ മുകളിലത്തെ ക്യാബിനിൽ നിന്നുള്ള വ്യൂ ആണ്. അതൊക്കെ സൂപ്പർ അല്ലേ? ഫുള്ള് കൃഷി പാടമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഈ വളരെ ചെറിയ ഒരു ക്യാബിൻ, നമ്മൾ മാത്രം. നല്ല കിടിലൻ സ്ഥലമല്ലേ? നല്ല ഗ്ലാസ് വിൻഡോസൊക്കെ ഉള്ള ക്യാബിൽ നമുക്കിങ്ങനെ നക്ഷത്രമൊക്കെ കണ്ട് കിടന്നുറങ്ങാം. അവിടെ നമ്മൾ ഇതുകൊട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നർ ബാർബിക്യൂ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഞങ്ങൾ ഫയർ സ്റ്റാർട്ടർ പേപ്പർ വാങ്ങിക്കാത്തതുകൊണ്ട് തീ പിടിപ്പിക്കാൻ നന്നായി കഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കണ്ട ചില്ലയൊക്കെ പറക്കി വെച്ചാണ് കത്തിച്ചത്, നമ്മുടെ നാടൻ ടെക്നിക്ക്. ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ ബാർബിക്യൂവും സാലഡും നമ്മുടെ കേരള പൊറോട്ടയാണ് നമ്മുടെ ഡിന്നർ. അങ്ങനെ വളരെ സമയത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളത് സെറ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് നല്ല ടയേർഡാണ് ഇന്നത്തെ ദിവസം. സോ ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിടന്നുറങ്ങി ഞങ്ങൾ രാവിലെ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പിൽ കണ്ണെത്താ ദൂരത്ത് വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടം, മറ്റൊരു തടസ്സവുമില്ലാതെ എന്താ പറയുക, നമ്മളെ ബെഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. വളരെ മനോഹരമായ ഒരു മോർണിംഗ്, ക്ലിയർ സ്കൈ, നല്ലൊരു പ്രഭാതമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങ് ദൂരെ നോക്കുമ്പോൾ ഒരു കാറ്റാടി പാടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ക്യാമറയിൽ അത്രയും കിട്ടിയില്ല, എന്നാലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുള്ള ഒരു ഏരിയ ആയിരുന്നു. കുറേ സമയം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു കിടന്ന ശേഷമാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത്. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് റെഡിയായി ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് റെഡിയായിട്ട് ഇറങ്ങുകയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മളിപ്പോൾ നമ്മൾ താമസിച്ച ആ കോട്ടേജിനോട് ഇവിടെ പറഞ്ഞ് നമ്മളടുത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനം കോൾച്ചസ്റ്ററിലുള്ള സൂ ആണ്. അപ്പോൾ UK തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സൂ ആണ് കോൾച്ചസ്റ്ററിൽ. സോ എക്സൈറ്റഡ് ടു സീ. അപ്പോൾ ഞങ്ങൾ റെഡി. അപ്പോൾ നമുക്ക് സൂ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കോൾച്ചസ്റ്റർ സൂവിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളി കാർ പാർക്കിങ്, കോച്ച്, ബസ്സൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലം, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഇവിടെ. ഇതാണ് എൻട്രൻസ്. വെൽക്കം ടു കോൾച്ചസ്റ്റർ സൂ. നമ്മുടെ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് പോവാം. ഇതാണ് നമ്മുടെ സൂവിൻ്റെ ഒരു മാപ്പ്. ഇവിടെ നോക്കാം നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ എൻട്രൻസിലാണുള്ളത്.
അങ്ങനെ എൻട്രൻസിൽ നിന്ന് ഞങ്ങൾ നടന്ന് ആദ്യമായിട്ട് ചിമ്പാൻസികളെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ആണെന്ന് തോന്നുന്നു ആ ബോക്സിൽ നിന്ന് എടുക്കാനുള്ള വളരെ വലിയ പരിശ്രമത്തിലാണ്. 2-3 പേര് മരത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ നമ്മളോട് സാദൃശ്യം തോന്നി. ചിമ്പാൻസികൾ അങ്ങനെയാണല്ലോ പൊതുവെ, നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുവിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ചില്ലയിലൊക്കെ 2-3 പേര് കൂടിയുണ്ട്. ഇയാളായിരുന്നു അടുത്തുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് ലെയ്മേഴ്സിനെയാണ് കാണാൻ സാധിച്ചത്. അവരെല്ലാവരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങുന്നതാണ് വിചിത്രമായ കാഴ്ചയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പം മൃഗങ്ങളൊക്കെ രാവിലെ ഉണർന്ന് വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരാളിങ്ങനെ താഴെ ഉണർന്ന് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ ഇതിനെ. ബാക്കി എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് അവരുടെ വാല് കൊണ്ട് തന്നെ അവർ പുതച്ച് കിടക്കുന്നത് കണ്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ മറ്റൊരു ടൈപ്പ് കുരങ്ങനെയാണ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ചുമന്ന തലയൊക്കെയുള്ള കുരങ്ങ്. ഇതിന് ഏതായാലും കുരങ്ങന്മാരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇന്ന് വീക്ക് ഡേ ആണെങ്കിൽ പോലും വളരെ ക്രൗഡഡ് ആയിരുന്നു സൂ മൊത്തത്തിൽ. അടുത്ത് നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് നടന്ന് ക്ഷീണിച്ചവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചും അതിന് സൈഡിലായിട്ട് ഇങ്ങനെ വാട്ടർഫോളും മൊത്തത്തിൽ നല്ല ആംബിയൻസ് ഒക്കെ അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ ഈ സൂവിനുള്ളിൽ നമുക്ക് ചെറിയൊരു ട്രെയിൻ സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ കയറിയാൽ നമുക്ക് നമ്മുടെ ഇങ്ങനെ ഓരോ ഏരിയയിലേക്ക് അവരിങ്ങനെ ട്രെയിനിൽ തന്നെ കൊണ്ടുപോകും. അത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞങ്ങൾ നടന്നു. മുമ്പോട്ട് പോകുമ്പോൾ നല്ല ഒരു ഗ്രീൻ ഏരിയ, അതുപോലെ അതിന് നടുക്കായിട്ടൊരു വാട്ടർഫോളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സൂവിൻ്റെയൊക്കെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ അതേ ഒരു അറ്റ്മോസ്ഫിയർ ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഏതായാലും ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് അടുത്തതായി നമ്മളുടെ ലയൺ ചേട്ടനെ കണ്ടത്. ഒരു അടിപൊളി ഒരു വ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ കടുവയുണ്ടായിരുന്നു. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കഷ്ടപ്പെടുന്നുണ്ടാകും ബ്രിട്ടൻ്റെ ക്ലൈമറ്റിൽ. എനിവേ നമുക്ക് നല്ല സൈറ്റിങ്സ് കിട്ടി ഇവരുടെയൊക്കെ. ഈ സൂവിന് വേറൊരു ആകർഷണമാണ് ജിറാഫ് ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് മറ്റു മൃഗങ്ങളെ ഫീഡ് ചെയ്യാൻ തോന്നുന്നു, ലാമ്പിനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ജിറാഫ് ഫീഡിങ്ങിനുള്ള സമയമുണ്ട്. നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. അവരെ ഫീഡ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. കുട്ടികളൊക്കെ അവിടെ നിന്നത് ചെയ്യുന്നത് കണ്ടു. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്, ഞാൻ മറ്റു സൂവിലൊന്നും കണ്ടിട്ടില്ല, പലതരം മൃഗങ്ങളെ ഒരുമിച്ച് ഇട്ടേക്കുന്നത്. അതായത് ഇപ്പോൾ കണ്ടില്ലേ, ജിറാഫ്, റൈനോസർ, അതുപോലെ സീബ്ര, നമ്മുടെ ഓസ്ട്രിച്ച്. എനിക്ക് തോന്നുന്നു ഒരേ വെതർ വേണ്ട മൃഗങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഒരുമിച്ചിട്ടേക്കുന്നത്. ഇവിടെ ഒരാൾ നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കി നല്ല ഒരു പോസൊക്കെ, ഫോട്ടോ പോസൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. എന്നാ ലുക്കല്ലേ, കൊമ്പ് കണ്ടില്ലേ, കൊമ്പ് കണ്ടിട്ട് മെയിലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മുടെ ആഫ്രിക്കൻ ആനയൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ നല്ല മണ്ണിലൊക്കെ കുളിച്ച് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. 2 പേരെയാണ് നമ്മൾ കണ്ടത്. ഇവരെ നോക്കും, നമ്മുടെ സുന്ദരിമാരൊക്കെ റാംബോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരുമിച്ച് നടന്നു വരുന്നുണ്ടല്ലേ, നല്ല രസമല്ലേ. അവരെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഇൻഡോർ കൂടുകളിലേക്കാണ് പോയത്. അതായത് നല്ല ചൂടൊക്കെ വേണ്ട ജീവികൾക്കൊക്കെ ഇവർ ഇൻഡോർ കൂട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ അവർക്ക് വേണ്ട ചൂടിനനുസരിച്ചുള്ള ടെമ്പറേച്ചറാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ അടിപൊളി ഒരു പൈത്തനൊക്കെ കിടപ്പുണ്ട്. നോക്കിക്കേ, എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അധികം പാമ്പുകളൊന്നും ഇല്ലായിരുന്നു. 1-2 പൈത്തൻ മാത്രമേ ഞാനിവിടെ കണ്ടുള്ളൂ. ഇനി ഞാൻ വിട്ടുപോയതാണോ അറിയില്ല. ഇവിടെ ഒരാൾ തിരിഞ്ഞ് നിൽപ്പുണ്ട്. നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസാണ്. പക്ഷേ ഞാൻ ആവുന്ന നോക്കിയിട്ടും അദ്ദേഹം ഒന്ന് മുഖം തിരിഞ്ഞ് കാണിച്ചില്ല. നല്ല അടിപൊളി കഴുകന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഉറക്കമൊക്കെ ഉണർന്ന് വന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് അതുപോണക്ക് ഈ പാരറ്റിനെ നമുക്ക് ഫീഡ് ചെയ്യാം. തേനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഒരു പാരറ്റ് ഞങ്ങളുടെ മുമ്പിൽ പോയൊരു ലേഡിയുടെ മുടിയിലൊക്കെ വന്നിരിക്കുന്നത് കാണാമായിരുന്നു. ഇവർ മൊത്തത്തിൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ആ കൂടിനകത്ത് കയറിയപ്പോഴാണ്
ചെറുതലയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. നമ്മൾ പോർച്ചുഗൽ പോയപ്പോൾ നമ്മൾ ലിസ്ബണിലൊരു അക്വേറിയത്തിൽ പോയായിരുന്നു. അവിടെ വെച്ച് നമ്മൾ കണ്ടായിരുന്നു ഈ സീ ഓട്ടേഴ്സ് ഇങ്ങനെ അടിപൊളിയായിട്ട് നീന്തുന്നത്. ഇവരുടെ നീന്തൽ കാണാൻ നല്ല രസമാണ്. നമുക്ക് അതുപോലെ തന്നെ അക്വേറിയംസും പലതരത്തിലുള്ള മീനും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇതിനുള്ളിൽ ഒരു പാമ്പ് പോണക്കത്തെ ഒരു മീനെയും ഞാൻ കണ്ടു. എനിക്ക് കണ്ടിട്ട് പാമ്പായിട്ടാണ് തോന്നിയത്. പക്ഷെ സുറുമി പറയുന്നത് പാമ്പല്ല, അത് മീനാണെന്നാണ് പറയുന്നത്. കണ്ടിട്ട് പേടി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്നാക്കൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് റെസ്റ്റ് ഏറിയ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കൂടെ ഇതുവിനെ അവിടെയുള്ള ടോയ്സിലൊക്കെ കയറ്റി. ഇത് ഭയങ്കര ഹാപ്പിയായിരുന്നു. ട്രെയിനൊക്കെ ഓടിക്കുമായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് ഞങ്ങൾ പോയത് നമ്മുടെ ഗോട്ടൊക്കെ പലതരത്തിലുള്ള ആടുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത്. നീളം കുറഞ്ഞ വണ്ണമുള്ള ഒരുതരം ആടുകൾ. അവരുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആടുകളെക്കാട്ടി കൂടുതൽ ഈ ആടിൻ്റെ കൂട് ഇവർ ഒരുക്കിയതാണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ കുറച്ച് പേരൊക്കെ അതിൻ്റെ വഴിമുടക്കി നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ലാമകളും കുറച്ച് ഗിനിപ്പന്നുകളെയൊക്കെ കണ്ട് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ചു പോരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.